വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, തൃശൂർ, എറണാകുളം എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വിനയ ചേരുന്നുണ്ട്. വിനയ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമായിരിക്കുകയാണ്. ഇതുവരെ മഴയ്ക്കെടുതിയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെല്ലാമാണ് വിവരങ്ങൾ? അതുല്യ, സംസ്ഥാനത്ത് എന്തായാലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലടക്കം തന്നെ ശക്തമായ മഴ തുടരുകയാണ്. നഗരപ്രദേശങ്ങളിലാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. പല പ്രദേശങ്ങളും ഇതിനോടകം തന്നെ വെള്ളക്കെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഈ താഴ്ന്ന പ്രദേശങ്ങളടക്കം തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ വെള്ളക്കെട്ടിലായിരിക്കുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഈ ജില്ലകളിലടക്കം തന്നെ തുടരുന്നത്. പ്രധാന നഗരങ്ങളിലടക്കം തന്നെ ഇതിനോടകം വെള്ളം മൂടിയ ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിലാണെങ്കിലും പ്രധാനമായും ഈ മുന്നറിയിപ്പ് അടക്കം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾക്ക് അടക്കം മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ അതിരപ്പള്ളി, വാഴച്ചാൽ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് അടച്ചിടുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാലാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടക്കം തന്നെ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മലക്കപ്പാറയിലേക്കുള്ള വിനോദസഞ്ചാരത്തിന് വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും കനത്ത ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, പാലക്കാട്, കോട്ടയം എന്നീ 5 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലാണെങ്കിലും മഴ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. രാവിലെ മുതൽ തന്നെ പല ജില്ലകളിലും മഴ ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മലയോര മേഖലയിലും മധ്യ കേരളത്തിലുമാണ് കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ജില്ലകളിലാണ് പ്രധാനമായും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടക്കം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിനടക്കം സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ മലയോര മേഖലയിലാണെങ്കിലും തീരദേശ മേഖലയിലാണെങ്കിലും താമസിക്കുന്നവരോടും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു അറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമായി തന്നെ തുടരുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച മഴ പല ജില്ലകളിലും ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പല ജില്ലകളും ഇതിനോടകം തന്നെ വെള്ളക്കെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുല്യ, അല്ലെങ്കിൽ വെള്ളക്കെട്ട് മൂലമുള്ള അപകടങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഭാഗത്തു നിന്ന് അപകട വാർത്തകൾ വരുന്നുണ്ടോ? പ്രധാനമായും ഈ വെള്ളക്കെട്ടിൽ വലയുന്നത് ഈ കാൽനട യാത്രക്കാരാണെന്ന് തന്നെ. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനത്തിലുള്ളവരും തന്നെയാണ്. പല നഗരങ്ങളിലാണെങ്കിലും റോഡിലേക്ക് അടക്കം തന്നെ ശക്തമായിട്ടുള്ള ഈ മഴ പെയ്തതിനാൽ തന്നെ വെള്ളം മൂടിയൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാൽനട യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഈ കാനയും മറ്റും കാണാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ കാനയും മറ്റും കാണാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരാണെങ്കിലും കൂടാതെ ഈ കാൽനട യാത്രക്കാരുമാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽ പെടുന്നത്. കൊച്ചിയിലാണെങ്കിലും ഒരു കാർ അടക്കം കാനയിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഈ വെള്ളക്കെട്ട് തന്നെയാണ് ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഈ വെള്ളക്കെട്ട് മൂലം കാനയും മറ്റും കാണാത്തൊരു സാഹചര്യമുണ്ട്. ഈ കാന കാണാത്തത് മൂലം തന്നെ ഈ കാൽനട യാത്രക്കാരാണെങ്കിലും കൂടാതെ ഈ വാഹനങ്ങളാണെങ്കിലും ഈ കാനയിൽ പെടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. കൊച്ചിയിലാണ് ഇതുവരെ കൊച്ചിയിൽ മാത്രമാണ്. കാളിദാസൻ കൂടി ചേരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ കനത്ത മഴയാണ്. രാവിലെ ആരംഭിച്ച മഴ ഇതുവരെയും നിന്നിട്ടില്ല. കൊച്ചി നഗരത്തിൽ പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. കലൂർ, കത്രിക്കടവ്, പേട്ട അടക്കമുള്ള ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. പേട്ടയ്ക്ക് സമീപം താമരശ്ശേരി റോഡിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന ഒരു കാറ് വെള്ളക്കെട്ടിൽ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. കാളിദാസ്,
കൊച്ചിയിൽ മഴ അതികഠിനമായി തന്നെ തുടരുകയാണ്. ഈ വെള്ളത്തിൽപ്പെട്ട കാറിനുള്ളിലെ ആളുകൾ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ കാർ ഈ വെള്ളത്തിൽ വീഴുന്നത്? ഇപ്പോൾ നിലവിൽ ആളപായമൊന്നുമില്ല. എല്ലാവരും ഈ കാർ ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ ആയതിനെ തുടർന്ന്, അതായത് രാവിലെ മുതൽ കനത്ത മഴ തന്നെയാണ് എറണാകുളം ജില്ലയിൽ. അതിനെ തുടർന്ന് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ തന്നെ റോഡ് ഏത് തോടേത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഉയർന്നേക്കുന്നു. ഇപ്പോൾ ഈ ഒരു പേട്ടയ്ക്ക് സമീപമായി താമരശ്ശേരി റോഡിലാണ് ഇത്തരത്തിൽ ഒരു കാർ കാനയിലേക്ക് വീണത്. വെള്ളക്കെട്ട് കാരണം ഈ കാന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ആ ഒരു കാർ ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണ്. പേട്ട ഭാഗത്തും ഒപ്പം തന്നെ ഈ കലൂർ കത്രക്കടവ് ഭാഗത്തും അതേപോലെ വെണ്ണല ഭാഗത്തും ഒക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പല ഭാഗങ്ങളിലും നഗരമധ്യത്തിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ടും ചെറിയ റോഡുകളിലായിക്കോട്ടെ അവിടെയെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ്. ഈ ഒരു മഴയോടുകൂടി ശക്തമായ മഴ ഉള്ളതിനാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് കലൂർ ഭാഗത്ത് അല്ലെങ്കിൽ എറണാകുളം നോർത്ത് ഭാഗത്തൊക്കെ തന്നെ നേരത്തെയും ഇത്തരത്തിലൊരു ചെറിയ മഴ വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഓടയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ മഴ വരുമ്പോഴേക്കും ഓട ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയാണ് ഇതിന് കാരണം എന്നുള്ളതൊക്കെ തന്നെയാണ് പ്രദേശവാസികളും നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മഴ തന്നെയാണ് ഇവിടെ വില്ലനായി വന്നിരിക്കുന്നത് എന്നുള്ളത് പറയാൻ സാധിക്കും. ഈ ഒരു മഴ മൂലം വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതിനാൽ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് പ്രദേശവാസികൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ ആ വഴിയുള്ള യാത്രക്കാർക്കായിക്കോട്ടെ. എന്തായാലും എറണാകുളം ജില്ലയിൽ ഇപ്പോൾ പല ഭാഗങ്ങളിലും നഗരമധ്യത്തിലും ഒക്കെ തന്നെ ശക്തമായ മഴയാണ്.